ഈ പ്രോബ്ലമിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ വാച്ച് ഈസ് sold for rupees 4950, which means the selling price is rupees 4950 at a gain of അതായത് profit which is 10%. Okay, so ഇവർ ചോദിച്ചിരിക്കുന്നത് what would have been the gain if it had been sold for rupees 4800. അപ്പൊ ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ വാച്ചിന്റെ ഇനീഷ്യൽ കോസ്റ്റ് പ്രൈസ് എന്താണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിന്റെ കോസ്റ്റ് പ്രൈസ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആയിരിക്കണമല്ലോ നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അപ്പൊ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്താണെന്ന് അറിയില്ല, സോ നമ്മൾ എക്സ് എന്ന് എടുക്കാം. സോ എക്സ് പ്ലസ് പ്രോഫിറ്റ് വന്നിട്ട് 10% ആണ്. സോ വിച്ച് ഇസ് 10% ഓഫ് ദിസ് എക്സ് വിൽ ബി യുവർ സെല്ലിംഗ് പ്രൈസ് വിച്ച് ഇസ് 4950. ഓക്കെ, സോ നൗ it is x plus 10% പറഞ്ഞാൽ 10/100 of x is equal to 4950. okay, നമുക്ക് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്താണ് എന്നുള്ളത് കിട്ടും. സോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഏതർ LCM എടുക്കാം അല്ലെങ്കിൽ എക്സിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം. സോ ഐ എം ടേക്കിംഗ് 100 as LCM. So 100 into 1 is 100x plus 10x is equal to 4950. Okay, so it is 110x divided by 100 is equal to 4950. Okay, now x നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചാൽ ഫ്രാക്ഷൻസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ റെസിപ്രോക്കൽ ആവും. സോ എന്താവും? 4950 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 110. സോ ഈ സീറോ ക്യാൻസൽ ചെയ്യാം നമുക്ക്. ആൻഡ് 11 ones are 11, 11 4 times is 44, remaining 5s are 55. So the value of x would be 45 into 100, which is rupees 4500. okay, so this would be the cost price of the watch. okay, so നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് ഓഫ് ദ വാച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ അവർ പറഞ്ഞിരിക്കുന്നത്? if the watch had been sold for rupees 4800, what is the gain എന്നാണ് ചോദ്യം. അപ്പൊ ഇപ്പൊ കറന്റ്ലി നമുക്ക് കോസ്റ്റ് പ്രൈസ് ഈസ് rupees 4500 എന്നറിയാം. സെല്ലിംഗ് പ്രൈസ് ഈസ് rupees 4800. അപ്പോ ഗെയിൻ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എങ്ങനെയാ സോൾവ് ചെയ്യാത്? ആദ്യം ഗെയിൻ അതായത് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് rupees 4800 minus rupees 4500. okay, so that would be rupees 300. so rupees 300 is the profit. okay, but നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്, or gain percentage, which is profit divided by cost price into 100. that is nothing but rupees 300 divided by cost price എത്രയായിരുന്നു? 4800
500 into 100. ഓക്കെ, സോ നമുക്ക് ഈ രണ്ട് സീറോസും ക്യാൻസൽ ചെയ്യാം, ഈ രണ്ട് സീറോസും ക്യാൻസൽ ചെയ്യാം. 3 ones are 3, 3 ones are 5s are. Okay, it is 100 by 15. Okay, so it is 100 by 15. ഇതിനെ further simplify ചെയ്യാം. It is 5 പോവും, 5 3s are 15, 5 20 times is 100. So it is 20 by 3. So ഇപ്പോൾ ഇത് ഫ്രാക്ഷൻ ആണ്. ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ? 3 20ൽ എത്ര ടൈംസ് പോകും? 3 6 are 18. The remainder would be 2 and the divisor is 3. So it is 6 2 by 3 percentage gain. Okay, so it is 6. നമുക്ക് വാച്ചിന് കിട്ടിയിരിക്കുന്നത് 4800 റുപ്പീസിന് വിറ്റ് കഴിഞ്ഞാൽ 6 2 by 3 percentage gain. Okay,